സംസ്ഥാന സർക്കാരിന് സർവകലാശാല വിഷയത്തിൽ കനത്ത തിരിച്ചടി. സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനം ഉടൻ നടത്തണമെന്ന് സുപ്രീം കോടതി. അതുവരെ താൽക്കാലിക VC-മാർക്ക് തുടരാം. അതിനായി ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ്. അതായത് സ്ഥിരം വൈസ് ചാൻസലർമാർ വേണം. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ല, താൽക്കാലിക VC-മാരാണ്. അപ്പോൾ താൽക്കാലിക VC-മാർക്ക് തുടരാം, പക്ഷേ സ്ഥിരം VC-മാർ വേണം. ഇക്കാര്യത്തിൽ ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ സിസ തോമസിനും ശിവപ്രസാദിനും താൽക്കാലിക VC-മാരായി തുടരാമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ സ്ഥിരം VC-മാർ വേണമെന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ചാൻസലർ അതേപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള തർക്കം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കരുതെന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വിദ്യാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചായിരിക്കണം ഈ സർവകലാശാലയും അതേപോലെ തന്നെ ഗവർണറും ഒപ്പം തന്നെ സർക്കാരുമായി സംയുക്തമായി ചേർന്ന് വേണം പ്രവർത്തിക്കാനെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. കോടതി ഈ ഒരു വിഷയത്തിൽ ഒരു തീർപ്പിലേക്കൊന്നും പോയിട്ടില്ല. എങ്കിൽ തന്നെയും സെർച്ച് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് സ്ഥിരം VC നിയമനത്തിലേക്ക് നടപടികൾ കൈക്കൊള്ളണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥിരം VC നിയമനത്തിനായി വിജ്ഞാപനം ഇറക്കുവാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കും. അപ്പോൾ ഈ സ്ഥിരം VC നിയമനം സംബന്ധിച്ച് എന്ത് നടപടികളാണ് കൈക്കൊണ്ടത് എന്നുള്ള കാര്യം കോടതി മുമ്പാകെ ബോധിപ്പിക്കണം. കോടതിയിൽ ഇത്തരമൊരു കേസ് എത്തുന്നത് അത് വേദനാജനകമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ക്ഷേമം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർവകലാശാലകളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവർണർ അതേപോലെ തന്നെ സർക്കാർ തർക്കം അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ക്ഷേമവും ഭാവിയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംയുക്തമായി ഗവർണറും സർക്കാരും മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഗവർണർക്ക് വേണ്ടി രാജ്യത്തിന്റെ R വെങ്കിട്ടരാമണി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. അതേപോലെ തന്നെ സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും ഹാജരായിട്ടുണ്ട്. JB പർദീവാലയുടെ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഈ കേസ് കേട്ടത്. ഓഗസ്റ്റിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. വിനോദ്.